ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. കഴിഞ്ഞ സൂപ്പർ 8 മത്സരത്തിൽ ഇന്ത്യക്ക് സൗത്ത് ആഫ്രിക്കയോട് വലിയ ഒരു തോൽവിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. അത് വലിയ തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. കാരണം പോയിന്റുകൾ നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല, നെറ്റ് റൺ റേറ്റിന്റെ കാര്യത്തിൽ വലിയ ഒരു ഇടിവ് സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അടുത്ത 2 മത്സരങ്ങളും ജീവൻ മരണ പോരാട്ടങ്ങളാണ്. നാളത്തെ മത്സരത്തിൽ ഇന്ത്യയുടെ എതിരാളികൾ സിംബാബ്വേയാണ്. ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അഭിപ്രായം മുൻ ഇന്ത്യൻ താരമായിരുന്ന സുരേഷ് റെയ്ന ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ 11-ൽ വരുത്തേണ്ട 2 മാറ്റങ്ങളാണ് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുള്ളത്. തിലക് വർമ്മക്ക് പകരം 3-ാം നമ്പറിൽ സഞ്ജു സാംസൺ വരണം എന്നാണ് ഇപ്പോൾ സുരേഷ് റെയ്ന നിർദ്ദേശിച്ചിട്ടുള്ളത്. കൂടാതെ വാഷിംഗ്ടൺ സുന്ദറിന് പകരം അക്സർ പട്ടേലിനെ കളിപ്പിക്കണമെന്നും റെയ്ന പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യ ആദ്യം ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ അക്സർ പട്ടേലിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. കൂടാതെ സഞ്ജു സാംസണെയും കൊണ്ടുവരണം. തിലക് വർമ്മയുടെ സ്ഥാനത്തേക്ക് സഞ്ജുവിനെ കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ പൊസിഷനിലും തിളങ്ങാൻ സഞ്ജുവിന് സാധിച്ചേക്കും. ഓൾറെഡി 2 ലെഫ്റ്റ് ഹാൻഡർമാർ ടോപ്പ് ഓർഡറിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ 3-ാം നമ്പറിൽ കളിപ്പിക്കുന്നത് ഇന്ത്യക്ക് ഗുണം ചെയ്തേക്കും. അതിനുശേഷം സൂര്യകുമാർ യാദവ് വരട്ടെ, അദ്ദേഹം നല്ല രീതിയിൽ ഇപ്പോൾ കളിക്കുന്നുണ്ട്. റിങ്കു സിംഗ് അവിടെയുണ്ട്. കൂടാതെ അക്സർ പട്ടേൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ബാലൻസ്ഡ് ആവും. സഞ്ജുവിന് ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി തിലക് വർമ്മക്ക് പകരം സഞ്ജു വരിക, വാഷിംഗ്ടൺ സുന്ദറിന് പകരം അക്സർ വരിക. ഇതാണ് ഞാൻ നിർദ്ദേശിക്കുന്ന 2 മാറ്റങ്ങൾ. ഇതാണ് ഇപ്പോൾ സുരേഷ് റെയ്ന പറഞ്ഞിട്ടുള്ളത്. ഈ 2 മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ കാര്യമായ ഒരു പുരോഗതി ഇന്ത്യക്ക് കൈവരിക്കാൻ സാധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ തിലക് വർമ്മക്ക് സ്ഥാനം നഷ്ടമാവാൻ സാധ്യത കുറവാണ്. അതേസമയം റിങ്കു സിംഗ് നാളത്തെ മത്സരം കളിക്കാൻ സാധ്യതയില്ല. അദ്ദേഹം ഇപ്പോൾ ടീം വിട്ട് പുറത്തു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസൺ ഓപ്പണിംഗിലേക്ക് വരും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. വാഷിംഗ്ടൺ സുന്ദറിനും തൻ്റെ ആ ഒരു സ്ഥാനം നഷ്ടമാവാനുള്ള സാധ്യതകൾ ഇവിടെയുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.